വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററാവും ഞങ്ങളെ സ്ക്വയർ ഐഡൻറ്റിറ്റീസ്, വർഗ സമവാക്യങ്ങൾ. അതിൻ്റെ നമ്മൾ ഒരു പാർട്ട് ഇട്ടായിരുന്നു. ഈ കണക്കുകളെല്ലാം നമ്മൾ ഇട്ടതാണ്. ഒന്ന് കയറി കാണണേ ഞങ്ങളെ. ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷമേ സെക്കൻഡ് പാർട്ട് കാണാവൂ. കാരണം നമ്മൾ പഠിക്കുന്നത് ഐഡൻറ്റിറ്റീസ് ആണ്, അതായത് സമവാക്യങ്ങളെക്കുറിച്ചാണ്. സമവാക്യം a+b² a²a+2ab + b². അതല്ല നിങ്ങൾക്ക് അതങ്ങോട്ട് സ്പീഡിൽ പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ x+y² x²a+2xy + y². ഓരോരുത്തർക്കും ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് പറയാൻ എളുപ്പം കേട്ടോ, പഠിക്കാൻ എളുപ്പം എന്ന് വെച്ചാൽ ആ ഇക്വേഷൻ പഠിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യനുകളൊക്കെ കണ്ടോ നിങ്ങളെ. നമ്മൾ 1, 2 കണ്ടോ, ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. 3ാമത്തത്, 4ാമത്തത്, 5ാമത്തത് കണ്ടോ, 5 മൊത്തം 5ആണോ നിങ്ങളെ? അല്ല, 6ാമത്തത്, 7ാമത്തത് കണ്ടോ, ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. അത് കയറി കണ്ടതിന് ശേഷം വേണം നമുക്ക് അടുത്ത 2ാമത്തെ പാർട്ട് കാണാം കേട്ടോ. പാർട്ട് 2, അതായത് പേജ് നമ്പർ 40-ലെ 2ാമത്തെ ചോദ്യമാണ്. 1ാമത്തെ നമ്മൾ മൊത്തം ചെയ്തായിരുന്നു. നിങ്ങളെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും അറിയാൻ വയ്യാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ഇത് നോക്കിക്കേ, ഇംഗ്ലീഷും മലയാളവും കൂടിയാണ്. ഇംഗ്ലീഷുകാർ ഈ ക്വസ്റ്റ്യൻ നോക്കണേ നിങ്ങൾ. ഹി ഇൻ ദ ജനറൽ ഐഡൻറ്റിറ്റി ഓൺ ദ സ്ക്വയർ ഓഫ് എ സം ഓഫ് 2 നമ്പേഴ്സ്, വാട്ട് സ്പെഷ്യൽ കേസ് ഡു വി ഗെറ്റ് ബൈ ടേക്കിംഗ് വൺ ഓഫ് ദ നമ്പേഴ്സ് as 2? ഡു ദ കാൽക്കുലേഷൻസ് ബിലോ ഇൻ ഹെഡ് യൂസിങ് ദീസ്. നോക്കണേ. വാട്ട് ഈസ് 22²? വാട്ട് ഈസ് 52²? 25² = 625. വാട്ട് ഈസ് 27²? അതായത് തുകയുടെ വർഗത്തെക്കുറിച്ചുള്ള പൊതുതത്വങ്ങൾ, ഒരു സംഖ്യ പൊതുതത്വത്തിൽ ഒരു സംഖ്യ 2 എന്നെടുത്താൽ കിട്ടുന്ന പൊതുതത്വം എന്താണ്? ഇതുപയോഗിച്ച് ചുവടെ പറയുന്നവ മനക്കണക്കായിട്ട് നമുക്ക് ചെയ്യണമെന്നാണ്. 22ൻ്റെ സ്ക്വയർ എത്രയാണ്? 52ൻ്റെ സ്ക്വയർ എത്രയാണ്? 25ൻ്റെ സ്ക്വയർ 625 ആണ്. എന്നാൽ 27ൻ്റെ സ്ക്വയർ എത്രയാണ്? ഇതാണ് നമ്മുടെ ചോദ്യം അല്ലേ. ക്വസ്റ്റ്യൻ അങ്ങ് ഒത്തിരി ഏതാണ്ടൊക്കെ ഒത്തിരി ഉള്ളതുപോലെ ഉണ്ടല്ലോ നിങ്ങളെ. അതായത് നമ്മൾ ഐഡൻറ്റിറ്റി പഠിച്ചായിരുന്നു അല്ലേ നിങ്ങളെ. എന്താ പഠിച്ചത്? നമ്മൾ പഠിച്ച ഐഡൻറ്റിറ്റി ഒന്നുകിൽ ഞാൻ പറഞ്ഞായിരുന്നു a+b വെച്ചോ അല്ലെങ്കിൽ x+y വെച്ചോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ അത്. ഇനി x+y എടുക്കുന്നെങ്കിൽ നോക്കൂ നിങ്ങളെ. x+y എന്ന് പറയുന്നത് x+y = നമ്മൾ പഠിച്ചു എന്താ നിങ്ങൾ, x² + 2xy + y² എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഇതൊരു ഐഡൻറ്റിറ്റിയാണ്, ഇതൊരു സമവാക്യമാണ്. ഇത് നമ്മൾ പഠിച്ചു അല്ലേ, പഠിച്ചായിരുന്നല്ലോ. a+b a² a+2ab + b² എന്നും ആവാം. അത് പഠിച്ചവരൊക്കെ. x+y എന്ന് വെച്ചാൽ x² + 2xy + y² എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഈ ഐഡൻറ്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ചോദ്യം നോക്കിയോ നിങ്ങളെ. ഈ ചോദ്യം നോക്കിയേ. തുകയുടെ വർഗത്തെക്കുറിച്ചുള്ള പൊതുതത്വത്തിൽ ഒരു സംഖ്യ 2 എന്നെടുത്താൽ ഒന്നുകിൽ എക്സ് അല്ലെങ്കിൽ വൈ, ഇതിലേതെങ്കിലും ഒരെണ്ണം. ഇനി നിങ്ങൾ a+b എടുത്തതെങ്കിൽ അതിലേതെങ്കിലും ഒരെണ്ണം 2 എന്ന് കൊടുക്കാൻ. ചോദ്യം മനസ്സിലാവും. ചോദ്യം കാണുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് തോന്നുമെങ്കിൽ ഇത്രയേ ഉള്ളൂ നിങ്ങളെ. നമുക്ക് a+b എന്നോ x+y എന്നോ നമ്മൾ പഠിച്ചതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒന്നുകിൽ എക്സിനോ അല്ലെങ്കിൽ വൈക്കോ 2 എന്ന് വെച്ച് ചെയ്യാം. ഇപ്പം പിടികിട്ടിയോ? നോക്കൂ നിങ്ങളെ. ഇവിടെ x+y² എന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ. നമുക്ക് ഒന്നുകിൽ ഇതിന് എക്സിന് 2 എന്ന് കൊടുക്കാം അല്ലെങ്കിൽ വൈക്ക് 2 എന്ന് കൊടുക്കാം. നോക്കാം. നമുക്ക് x+y2 എന്ന് വെച്ച് കൊടുക്കാം. എന്താവും നിങ്ങളെ, വൈയുടെ അവിടെ നമുക്ക് 2. ചോദ്യം മനസ്സിലായോ? നമ്മുടെ ചോദ്യം ഈ ഐഡൻറ്റിറ്റി പൊതുതത്വത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് 2 എന്ന് വെച്ച് കൊടുക്കാൻ. അപ്പം നമ്മൾ y എന്ന് പറയുന്നതിന് എന്താ കൊടുത്തത്? വൈക്കാണ് നമ്മളിവിടെ 2 എന്ന് കൊടുത്തത് കേട്ടോ. അപ്പം x+y എന്നുള്ളതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? x+2 എന്ന് എഴുതാം. ഇപ്പം പിടികിട്ടിയോ? x+2 എന്ന് വെച്ചാൽ വൈക്ക് നമ്മൾ 2 എന്നുള്ള വില കൊടുത്തു. x+2 മനസ്സിലായോ? അപ്പം നമ്മളിവിടെ എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? x² അല്ലേ, എക്സിന് ഒരു മാറ്റവും ഇല്ല, x² വൈ എവിടെയുണ്ടോ അല്ലേ. ഇത് നമ്മൾ എക്സ് വൈ എന്നല്ലായിരുന്നോ? അതിന് വൈക്ക് പകരമാണ് നമ്മൾ എന്ത് കൊടുത്തത്? 2 കൊടുത്തത് അല്ലേ. അപ്പോൾ വൈ എവിടെയുണ്ടോ അവിടെ നമ്മൾ 2 എഴുതിയാൽ മതി. വൈ എവിടെയുണ്ടോ നോക്കാം. x² x² തന്നെ +2 × x × y ഉണ്ടല്ലോ. വൈയുടെ അവിടെ എന്ത് കൊടുക്കാം കുഞ്ഞുങ്ങളെ? 2 കൊടുക്കാം. പ്ലസ് വൈൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ എന്താ? 2ൻ്റെ സ്ക്വയർ
പിടി കിട്ടുന്നുണ്ടോ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്നോ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഐഡൻറ്റിറ്റി എടുക്കുക കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ കൂടുതലായിട്ട് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, ഇനി അതല്ല ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എടുത്തോ. അതിലേതെങ്കിലും ഒരെണ്ണത്തിന് 2 എന്ന് കൊടുക്കുക. ഒന്നുകിൽ എക്സിന് കൊടുക്കുക അല്ലെങ്കിൽ വൈക്ക് കൊടുക്കുക. ഞാനിവിടെ വൈക്ക് തന്നെയാണ് കുഞ്ഞുങ്ങളെ കൊടുത്തേക്കുന്നത്. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയറിന് വൈ എന്ന് പറയുന്നിടത്ത് എന്താ 2 എന്ന് കൊടുത്തത്. ഇപ്പോൾ പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി വെച്ചിട്ട് ഇവിടെ എവിടെ വൈ ഉണ്ടോ അവിടെ എല്ലാം നമ്മൾ എന്ത് കൊടുക്കണം? 2 എന്നിട്ട് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങൾക്ക്? എക്സ് സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്യുക? അതുപോലെ തന്നെ അങ്ങ് എഴുതുക. എക്സ് സ്ക്വയറിന് കാരണം എക്സിനെ നമ്മളൊന്നും തൊട്ടിട്ടില്ല അല്ലേ? വൈക്കാണ് നമ്മൾ 2 എന്ന് കൊടുത്തത് അല്ലേ കുഞ്ഞുങ്ങളെ? അപ്പം എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 2 എന്നാ അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു എക്സ് ഇൻറ്റു 2. 2ഉം കൂടെ എത്ര കുഞ്ഞുങ്ങളെ? 4 ആണ് അല്ലേ? 4 ഇൻറ്റു എക്സ് എന്താ? 4x. സംശയമുണ്ടോ കുഞ്ഞുങ്ങളെ? 2 ഇൻറ്റു 2 4 ആണ് അല്ലേ? 4 ഇൻറ്റു എക്സ് 4x ആണ്. മനസ്സിലാക്കണേ. പ്ലസ് 2ൻ്റെ സ്ക്വയർ 2 ഇൻറ്റു 2. 2ൻ്റെ സ്ക്വയർ എത്ര? 2 ഇൻറ്റു 2 4 ആണ്. മനസ്സിലായോ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 2 എന്ന് പറയുന്നതിനെ എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 എന്ന് എഴുതാമെന്ന് ഇതാണ് പറഞ്ഞത്. ഈ ഒരു കാര്യം വെച്ചിട്ട് വേണം ഇനിയുള്ള നമ്മുടെ കണക്ക് ചെയ്യാൻ. ഫസ്റ്റ് നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? എക്സ് വൈ നമുക്ക് തന്ന ഐഡൻറ്റിറ്റിയിൽ, ജനറൽ ഐഡൻറ്റിറ്റിയിൽ, അതായത് വർഗത്തിൽ, പൊതുതത്വത്തിൽ അല്ലേ, തുകയുടെ വർഗത്തെക്കുറിച്ചുള്ള പൊതുതത്വത്തിൽ ഒരു സംഖ്യ ഏതെങ്കിലും ഒരെണ്ണം എക്സോ വൈയോ അവിടെ നമ്മൾ എന്ത് കൊടുക്കാനാണ് കുഞ്ഞുങ്ങളെ? 2 എന്ന് കൊടുക്കുക. നമ്മളിവിടെ വൈയുടെ അവിടാണ് വൈയുടെ അവിടാണ് എന്ത് കൊടുത്തത്? 2 കൊടുത്തത്. അപ്പോൾ നമ്മൾ എക്സിന് ഒരു മാറ്റവും ഇല്ല, കാരണം എക്സിനെ നമ്മൾ ഒന്നും ചെയ്തില്ല. അത് അതുപോലെ എഴുതുക. വൈ എവിടൊക്കെയുണ്ടോ ആ വൈയുടെ അവിടെ എല്ലാം എന്തിട്ട് കൊടുക്കുക? 2 ഇട്ട് കൊടുക്കുക. അപ്പം നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ എവിടെയാണ്? ഇവിടെ ഒരു വൈ വന്നു അല്ലേ? ഇവിടെ ഒരു 2 വന്നു, ഇവിടെ ഒരു 2 വന്നു. ആ 2ൻ്റെ സ്ക്വയർ 4 ആണ്. 2 ഇൻറ്റു 2 4 ആണ്. കണ്ടോ? ബാക്കിയുള്ളതിനൊന്നും ഒരു മാറ്റവും ഇല്ല. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചതേ വാട്ട് ഈസ് 22ൻ്റെ സ്ക്വയർ? ഇങ്ങനെയാണെങ്കിൽ 22ൻ്റെ സ്ക്വയർ എത്രയാണ്? ഒരുപാട് സൂമിലാണോ എൻ്റെ കുഞ്ഞുങ്ങളെ? കാണാൻ പറ്റുന്നുണ്ടോ? തെളിച്ചമുണ്ടോ? നമ്മളോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്താ കുഞ്ഞുങ്ങളെ? 22ൻ്റെ സ്ക്വയർ. ഫസ്റ്റ് ചോദിച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? 22ൻ്റെ സ്ക്വയർ എത്രയാണ്? നമുക്ക് എഴുതാം. എങ്ങനെയാ? 20 + 2 ആണ് 22 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 20 + 2ൻ്റെ സ്ക്വയർ ആണ് 22 എന്ന് പഠിച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? എക്സ് പ്ലസ് വൈയുടെ സ്ക്വയർ എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ കുഞ്ഞുങ്ങളെ? എക്സ് സ്ക്വയർ പ്ലസ് 2 എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്ന് നമ്മൾ ഐഡൻറ്റിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടെ കിട്ടിയത് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ ഏത് ഐഡൻറ്റിറ്റിയാണ്? ഇവിടെ നോക്കൂ നിങ്ങൾ, ഏത് ഐഡൻറ്റിറ്റിയാണ്? എക്സ് പ്ലസ് 2ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എത്ര കുഞ്ഞുങ്ങളെ? 2ൻ്റെ സ്ക്വയർ ഇതാ എഴുതി വെച്ചേക്കുന്നത് എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4. ഇതെന്തിനാണ് എഴുതിയെന്നല്ലേ? ഈ ഐഡൻറ്റിറ്റിയാണ് നമ്മൾ ഉപയോഗിച്ചതെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. ഇതെന്തിനാ ഇതിൻ്റെ ഇടയ്ക്ക് കയറ്റി എഴുതിയെന്നൊരു ഡൗട്ട് വരല്ലേ കുഞ്ഞുങ്ങൾ കേട്ടോ. അതായത് നമ്മളെന്താ 22ൻ്റെ സ്ക്വയറിനെ ഈ രീതി വെച്ച് എങ്ങനെ ചെയ്യാമെന്ന. 22ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 20 അധികം 2ൻ്റെ സ്ക്വയറാണ്. നമ്മൾ നേരത്തെ ചെയ്ത രീതിയിലല്ല ഇത് ചെയ്യുന്നത് കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമുക്ക് എക്സ് പ്ലസ് 2ൻ്റെ സ്ക്വയർ നമുക്ക് ഓൾറെഡി ഇപ്പം നമ്മൾ ചെയ്തപ്പം നമുക്ക് കിട്ടി. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇതിന് 2ൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് വില വെച്ച് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആ ഫസ്റ്റ് മറ്റേ മെത്തേഡിൽ തന്നെ ഐഡൻറ്റിറ്റി വെച്ച് അങ്ങ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ നോക്കിയേ, എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 എന്ന് നമുക്ക് കിട്ടി അല്ലേ. അപ്പം നമുക്ക് നോക്കൂ കുഞ്ഞുങ്ങളെ, ഇതിനെ എക്സും ഇതിനെ വൈയുമായിട്ട് എടുക്കരുതോ? അല്ലെങ്കിൽ നമുക്ക് എന്താ ഇപ്പം നമ്മൾ എഴുതി 20 + 2 അതല്ലേ ഇപ്പം നമുക്ക് ചെയ്യാനുള്ളത്. ഇത് നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്. എല്ലാം കൂടെ പുകഞ്ഞു പോകല്ലേ, ഇത് നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് അല്ലേ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ എക്സ് പ്ലസ്. ഓക്കെ, ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനങ്ങ് എഴുതിയെന്നേ ഉള്ളൂ, കാരണം ഐഡൻറ്റിറ്റി വെച്ചല്ലേ ചെയ്യേണ്ടത് അതുകൊണ്ടാണ്. ഇനി 20 + 2ൻ്റെ സ്ക്വയർ അല്ലേ നമുക്ക് കിട്ടിയത് എക്സ് പ്ലസ് 2ൻ്റെ ഇത് വെച്ച് വേണം നമുക്ക് ചെയ്യാൻ. എല്ലാ കണക്കും ഇത് വെച്ച് വേണം ചെയ്യാൻ ഇനി ഈ ചോദ്യത്തിൻ്റെ കേട്ടോ. അപ്പം 20 + 2ൻ്റെ സ്ക്വയർ എഴുതണം. എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? ഇതിനെ 20 എന്ന് പറയുന്നതിനെ എക്സും ആക്കണം, 2 എന്ന് പറയുന്നതിനെ വൈയും ആക്കണം. മനസ്സിലായോ? 20ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 20 എക്സും വൈയും. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാവുന്ന നോക്കിയേ. എക്സ് എന്ന് പറഞ്ഞ ഇവിടെ എത്ര? 20 ആണ്. 20ൻ്റെ സ്ക്വയർ
പ്ലസ് 4x അല്ലേ, 4 ഇൻറ്റു എക്സ് എത്ര ആവും നിങ്ങളെ? 4. ഈ ഐഡൻറ്റിറ്റി ഇത് വെച്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത് കേട്ടോ, അതുകൊണ്ടാണ് ഇത് എടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് എഴുതിയത് 20 + 2 22ൻ്റെ സ്ക്വയർ, 22ൻ്റെ സ്ക്വയറിൻ്റെ ചെയ്യുന്നത് 20ൻ്റെ സ്ക്വയർ അല്ലേ, എക്സ് സ്ക്വയർ പ്ലസ് 4x, 4 ഇൻറ്റു എക്സ്, എക്സ് എത്ര ആവും നിങ്ങളെ? 20 പ്ലസ് 4 വൈൻ്റെ സ്ക്വയർ 4, 20ൻ്റെ സ്ക്വയർ എത്ര ആവും നിങ്ങളെ? 400 സംശയമുണ്ടോ? 2 ഇൻറ്റു 2 4, അപ്പം 2 ഇൻറ്റു 4 എത്ര ആവും നിങ്ങളെ? 80 പ്ലസ് 4, 480 4 484 നമുക്കിവിടെ കിട്ടുന്നത്. 22ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 484. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അവർ ഇത് ഓക്കെ ആണോ നിങ്ങൾ? ഇത് ഇങ്ങനെ കിട്ടിയെന്നല്ലേ നിങ്ങൾ വിചാരിക്കത്തില്ലേ ഇതുകൊണ്ട് എന്താ ചെയ്യാഞ്ഞതെന്ന്? നമ്മൾ ഇത് ഈ ഏതെങ്കിലും ഒരെണ്ണത്തിന് 2 വെച്ച് കൊടുത്തിട്ട് ആ കിട്ടിയ ആൻസർ വെച്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത് കേട്ടോ. ആ കിട്ടിയ ആൻസറാണ് x² + 4x + 4. അപ്പോൾ ആ എന്താ എക്സ് വരുന്നിടത്തും y വരുന്നിടത്തും അതിൻ്റെ വില വെച്ച് ചെയ്യുക എന്നുള്ളത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അവർ ചോദിച്ച അടുത്ത ചോദ്യം നോക്കിയോ നിങ്ങളെ, എത്രയാ? 52ൻ്റെ സ്ക്വയർ അപ്പോൾ എത്രയാണെന്ന്, 52ൻ്റെ സ്ക്വയർ എത്രയാണെന്ന്. 52 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ നിങ്ങളെ? 50 + 2ൻ്റെ സ്ക്വയറാണ് അല്ലേ. അപ്പം നമുക്കിവിടെ കിട്ടിയ ആൻസർ എങ്ങനെയായിരുന്നു? x² + 4x + 4 എന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പം ഇതെന്താ? എക്സും വൈയുമാണ് ആണല്ലോ നിങ്ങളെ. സംശയമുണ്ടോ? ഇല്ലല്ലോ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? x² എന്ന് വെച്ച് കഴിഞ്ഞാൽ 50ൻ്റെ സ്ക്വയർ ഇത് വെച്ച് ചെയ്യണമെന്ന്. കാരണം സാധാരണ നമ്മൾ മറ്റേ ഐഡൻറ്റിറ്റി വെച്ചാണ് ചെയ്യുന്നത്, പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒന്നിന് 2 വെച്ച് ചെയ്യാൻ. മനസ്സിലായോ നിങ്ങളെ? അതുകൊണ്ടാണ് നമുക്ക് ഈ ഐഡൻറ്റിറ്റി വെച്ച് ചെയ്യേണ്ടി വന്നത്. ഇത് ഐഡൻറ്റിറ്റി അല്ല, നമ്മൾ അതിൻ്റെ വാല്യൂ വെച്ച് ചെയ്തപ്പോൾ നമുക്ക് ഈ ആൻസറാണ് കിട്ടുന്നത്. ഇത് വെച്ച് ചെയ്യണം കേട്ടോ. അപ്പം നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. 52ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 50 + 2ൻ്റെ സ്ക്വയറാണ്. ഇതിനെ നമ്മൾ x + y എന്ന് കൊടുത്തു അല്ലേ. അപ്പം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു മുമ്പേ x² + 4x + 4. അപ്പോൾ x എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 50. 50ൻ്റെ സ്ക്വയർ + 4 ഇൻറ്റു എക്സ് എത്ര? 50 തന്നെയാണ്, പ്ലസ് 4 എന്ന് വെച്ചാൽ 2ൻ്റെ സ്ക്വയർ അല്ലേ, 4. 50ൻ്റെ സ്ക്വയർ എത്ര ആവും നിങ്ങളെ? 5 25 അല്ലേ, 25 0 2 2 സ്ക്വയർ 0 2 അല്ലേ, 5 2 5 5 25 0 എല്ലാത്തിൻ്റെ സ്ക്വയറായി വെച്ചേ 0 2 2 പ്ലസ് 5 4 20 അല്ലേ, 20 ആകുമ്പോൾ 200 പ്ലസ് 4. അപ്പം 2500 200 2704 2704 ഇതാണ് ഇതിൻ്റെ ആൻസർ. നമ്മളിത് കിട്ടിയിട്ട് വേണേ ചെയ്യാൻ. ഇനി അങ്ങോട്ട് പോകും തോറും പല രീതിയിലും കണക്ക് വരുന്നുണ്ട്, മനസ്സിലാക്കി ചെയ്യണം കേട്ടോ. ഇതിനകത്ത് നമ്മളോട് ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ 2 ഇട്ട് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇതിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റേ ഐഡൻറ്റിറ്റി ഇട്ടാണ് ചെയ്യേണ്ടത്. അടുത്ത നോക്കൂ നിങ്ങൾ, അതിനകത്ത് തന്നെ അവർ ഒരെണ്ണോട് ചോദിച്ചിട്ടുണ്ട്, നോക്കണേ ഒന്ന് മനസ്സിലാക്കണേ. 25ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 625 കേട്ടോ നിങ്ങളെ, ഒന്ന് നല്ലപോലെ കേട്ടോണേ. 25ൻ്റെ സ്ക്വയർ എന്ന് പറയുന്ന 625 ആണെങ്കിൽ നിങ്ങൾ 27ൻ്റെ സ്ക്വയർ എങ്ങനെ എഴുതുമെന്ന്. 25ൻ്റെ സ്ക്വയർ ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ നോക്കിക്കോട്ടെ, വ്യത്യാസമുണ്ട്. 25ൻ്റെ സ്ക്വയർ 625 ആണെങ്കിൽ 27ൻ്റെ സ്ക്വയർ എത്ര ആവും നിങ്ങളെ? അപ്പം നമ്മൾ എന്താണെന്നറിയോ, ഈ 25 + 2 എഴുതണം കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയോ, ഇവിടെ നമ്മളോട് ഇങ്ങനെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് തരാതായിരുന്നെങ്കിൽ നമുക്ക് എന്താ ഐഡൻറ്റിറ്റി വെച്ച് 20 + 7 എന്ന് വെച്ച് ചെയ്തുകൂടായിരുന്നു ഇല്ലയോ നിങ്ങൾ? 27 എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നത്? 20 + 7ൻ്റെ സ്ക്വയർ ചെയ്തുകൂടായോ എന്ന് നിങ്ങൾക്ക് ഇല്ലയോ? പക്ഷെ നമ്മളോട് പറഞ്ഞ എന്താണെന്നറിയോ, ഇങ്ങനെ ഐഡൻറ്റിറ്റി വെച്ച് ചെയ്യുക എന്നല്ല നമ്മളോട് പറഞ്ഞത്. 25ൻ്റെ സ്ക്വയർ 625 ആണെങ്കിൽ 75ൻ്റെ സ്ക്വയർ 27ൻ്റെ സ്ക്വയർ എത്രയാണ്? അങ്ങനെ ഒരു ഇത് തന്നതുകൊണ്ടാണ് നമ്മൾ എന്താ 25 + 2 എടുത്തത്. ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് സംശയം മാറിയോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? 25ൻ്റെ സ്ക്വയർ 625 നമ്മൾ സാധാരണ 27ൻ്റെ സ്ക്വയർ നമ്മളോട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 20 + 7ൻ്റെ സ്ക്വയർ എന്നാണ് ചെയ്യുന്നത് അല്ലേ, സ്വാഭാവികം അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ എന്താ നമ്മളോട് ഇങ്ങനെ ഒരു കണ്ടീഷൻ പറഞ്ഞു, 25ൻ്റെ സ്ക്വയർ 625 ആണെങ്കിൽ 27ൻ്റെ സ്ക്വയർ എത്ര? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 25 + 2ൻ്റെ സ്ക്വയർ എന്നിട്ട് വേണം ചെയ്യാൻ കേട്ടോ.
അപ്പം നമുക്ക് ഇതിനെന്താ എക്സും വൈയുമായിട്ട് എഴുതരുതോ? എക്സും വൈയുടെയും വാല്യൂ നമുക്ക് ഫസ്റ്റ് കിട്ടിയത് വെച്ച് വേണം ചെയ്യാൻ. ഏതാ? x² പ്ലസ് 4x+4 എന്നത് നമ്മൾ ഫസ്റ്റ് ചെയ്തപ്പോൾ കിട്ടി. എന്തുകൊണ്ടാണ് ഇതെടുത്തത്? ഐഡൻറ്റിറ്റി എടുക്കാതെ ഇത് എടുത്തുകൊണ്ട് വന്നത് എന്തുകൊണ്ടാവും? നിങ്ങളെ ഇവിടെ നമ്മളോടൊരു കണ്ടീഷൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഏതെങ്കിലും ഒന്നിന് 2 എന്നുള്ള വില വെച്ച് ചെയ്യൂ എന്ന് പറഞ്ഞ ആ കണ്ടീഷൻ കൊണ്ടാണ് നമ്മൾ ഇത് എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ എന്താ a² + 2ab + b² എന്നോ അല്ലേ x² അല്ലേ അങ്ങനെ ആ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ സമവാക്യം എടുത്ത് ചെയ്തേനി കേട്ടോ. ഇങ്ങനെ ഒരു ഇത് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ 25 + 2 ഓക്കെ ആണോ നിങ്ങളെ? അപ്പോൾ നോക്കിയാൽ ഇവിടെ x² എന്ന് വെച്ചാൽ x എന്ന് വെച്ചാൽ എത്ര? 25 അപ്പോൾ 25ൻ്റെ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു x എന്ന് വെച്ചാൽ 25 അല്ലേ പ്ലസ് 4. 25ൻ്റെ സ്ക്വയർ നമ്മൾ ഒത്തിരി വട്ടം ചെയ്തു, 625 പ്ലസ് 25 4 100 ആവും നിങ്ങളെ പ്ലസ് 4 625 100 725 4 729. ഏതെങ്കിലും കണക്കിൽ എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ പ്ലസ്സും മൈനസും ഒക്കെ ഞാൻ ചിലപ്പോൾ സ്പീഡിൽ ഇടുമ്പോൾ എന്നാലും എല്ലാം പ്ലസ് ആവും നിങ്ങളെ, ഇതെല്ലാം പ്ലസ്സാണ്. നിങ്ങളൊന്ന് ഓർത്തോണ്ടേ എപ്പോഴും വേണ്ടേ 4ab എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താവും നിങ്ങളെ? 4 ഇൻറ്റു a ഇൻറ്റു b ആണ് കേട്ടോ. ഇപ്പം 2ab എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും നിങ്ങളെ? 2 ഇൻറ്റു a ഇൻറ്റു b ആണ് കേട്ടോ. അതെപ്പോഴും ഓർത്തോണം. ഈ ഒരുമിച്ച് വേരിയബിൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ് ഇംഗ്ലീഷ് അക്ഷരം വരത്തില്ലേ? അങ്ങനെ എപ്പോൾ ചോദിച്ചാൽ ഏതെങ്കിലും ഇപ്പോൾ 8ab എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ 8 ഇൻറ്റു a ഇൻറ്റു b ആണ് കേട്ടോ. അതെപ്പോഴും അങ്ങനെ ഓർത്തോണേ, ഇൻറ്റു ആണ് അതെന്ന് ഓർത്തോണം കേട്ടോ. ഇതെന്തിനാ ഇപ്പോൾ ഇവിടെ പറഞ്ഞതെന്നല്ലേ നമ്മൾ ഇപ്പോൾ 4 ഇൻറ്റു എക്സ് എന്ന് വെച്ചാൽ 4x എന്താ 4 + x എന്ന് പറയാൻ എന്തുകൊണ്ടാണ്? അത് ആ ഒരു ഇത് വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞു കേട്ടോ. ഇൻറ്റു ആണ് അങ്ങനെ വരുന്നില്ല കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റണം നിങ്ങൾ കേട്ടോ. എല്ലാം പ്ലസ് ഒക്കെ ആണല്ലോ. എല്ലാം ഇട്ട് കഴിയുമ്പോൾ പിന്നെ ഞാൻ ഒന്നും കൂടെ നോക്കുമ്പോൾ എവിടെയെങ്കിലും ചിലപ്പോൾ പ്ലസിന് പകരം ഞാൻ അങ്ങനെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഫസ്റ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കും കുഞ്ഞുങ്ങളെ കേട്ടോ. ഞാൻ ചിലപ്പോൾ എല്ലാം സ്പീഡിൽ പറഞ്ഞു പോകുമ്പോഴേ എന്തെങ്കിലും പ്ലസ്സോ മൈനസോ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു സ്ക്വയറിനകത്തിലും എനിക്ക് അങ്ങനെ ഒരു ഇൻറ്റുവിന് പകരം പ്ലസ് ഒക്കെ ചെയ്തു ഞാനത് പിൻ ചെയ്ത് വെച്ചായിരുന്നു. ഒന്നാമത്തെ ചാപ്റ്ററൊക്കെ നല്ലപോലെ പഠിച്ചോ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ. 1ഉം 2ഉം നമ്മൾ ഫുള്ള് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ 3ാമത്തെ ചാപ്റ്റർ ആയിപ്പം അതിൻ്റെ 2ാമത്തതാണിപ്പം നമ്മൾ ചെയ്തത്. ഈ 2ാമത്തെ വരെ ഓക്കെ ആണല്ലോ. ടെസ്റ്റിലെ 3ാമത്തെ ചോദ്യം നോക്കണേ കുഞ്ഞുങ്ങളെ. 43യുടെ ക്യൂബ് സ്ക്വയർ എന്ന് പറയുന്നത് 1849 ആണ് കേട്ടോ കുഞ്ഞുങ്ങളെ. ക്വസ്റ്റ്യൻ നോക്കണേ 3ാമത്തത്. 43 എന്ന് പറയുന്നത് 1849 ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് അല്ലേ. അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കുവാണേ 44ൻ്റെ സ്ക്വയർ എന്താണ്, 46ൻ്റെ സ്ക്വയർ എന്താണ് അവർ നമ്മളോട് ചോദിക്കുക. 43 നമുക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ തന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ മുമ്പ് ചെയ്ത രീതിയാണ് ഇതുപോലുള്ള രീതികൾ നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. തന്നിട്ടുണ്ട്. അപ്പം 43ൻ്റെ നമുക്ക് തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ അല്ലേ. എത്ര? 43 നമുക്ക് തന്നു. എത്ര കുഞ്ഞുങ്ങളെ? 1849 നമുക്ക് തന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 44 നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റുമെന്നാണ് പറഞ്ഞത്? 44 മുമ്പ് ആ പറഞ്ഞ രീതി വെച്ചിട്ട് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ? ഈ 43 എടുക്കണം കേട്ടോ. തന്നിരിക്കുന്ന 43 അധികം 1 44. സാധാരണ രീതി നമ്മൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ചെയ്യുന്നത്? 40 + 4 അതിൻ്റെ സ്ക്വയർ അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ ഇത്രയും നാളും ചെയ്തത്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ക്ലൂ നമുക്ക് തരികയാണെങ്കിൽ നമ്മളെന്താ ആ തന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെ എത്ര കൂട്ടും അങ്ങനെ വെച്ച് ചെയ്യണം കേട്ടോ. ഓരോ സ്റ്റെപ്പും ഓർത്തോർത്ത് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ അല്ലാതെ നമ്മൾ ചെയ്യുന്നെങ്കിൽ എങ്ങനെ കുഞ്ഞുങ്ങളെ? ഇപ്പം 44ൻ്റെ സ്ക്വയർ എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് 40 + 4ൻ്റെ ഹോൾ സ്ക്വയർ അല്ലേ, a + b ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ചോദ്യത്തിൽ 43ൻ്റെ സ്ക്വയർ ഇതാണ്. അങ്ങനെയാണെങ്കിൽ 44ഉം 46ഉം എത്ര ആണെന്നൊരു ഇത് തന്നതുകൊണ്ട് ആ 43ൽ നമ്മൾ എന്ത് ചെയ്യണം? പിടിച്ചോണം കേട്ടോ. 43 + 1 44 കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എടുക്കാം? a + b എന്നോ x + y എന്നോ കേട്ടോ, a + b ദ ഹോൾ സ്ക്വയർ എന്നോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ ആണോ? a + b ദ ഹോൾ സ്ക്വയർ നമ്മൾ കുറേ പഠിച്ചതാണ്. എങ്ങനെ കുഞ്ഞുങ്ങളെ? a² + 2ab + b². അതെല്ലാം നിങ്ങൾ x y ആണ് എന്തോ ആയിക്കോട്ടെ. ഇനി a എന്ന് പറയുന്നത് ഇവിടെ ആരാ? a എന്ന് പറയുന്നത് നമ്മളിവിടെ പറഞ്ഞു 43 + 1ൻ്റെ സ്ക്വയറാണ് അല്ലേ. അതുകൊണ്ട് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ എഴുതാമെങ്കിൽ ഒരു വൃത്തി വരും കേട്ടോ. ഞാൻ ഫസ്റ്റ് ലിങ്കിൽ തന്നെ അത് പറഞ്ഞതാണ്. ഓരോന്നും ആണ്ടേ ഇപ്പം 44 ആയതുകൊണ്ട് ഫസ്റ്റ് ഇങ്ങനെ എഴുതുക, ഐഡൻറ്റിറ്റി എഴുതുക, പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ എന്താ എഴുതുക. 43 a എന്ന് പറയുന്നത് ഇവിടുത്തെ 43 ആണ്, b എന്ന് പറയുന്നത് 1 അല്ലേ.
ആണല്ലോ നിങ്ങൾ ഇങ്ങനെ വരയ്ക്കല്ലേ, ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി വരച്ച് കാണിച്ചതാ. എ എന്ന് പറയുന്നത് 43ൻ്റെ സ്ക്വയർ പ്ലസ് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ വരുമ്പോൾ എങ്ങനെ എഴുതണം, 2 ഇൻറ്റു 43 ഇൻറ്റു 1 പ്ലസ് ബി എത്ര ആവും നിങ്ങളെ, 1ൻ്റെ സ്ക്വയർ അല്ലേ. 43 ഇൻറ്റു 43 എത്ര ആവും നിങ്ങളെ, 1849 കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഇൻറ്റു ചെയ്ത് നോക്കുക, ഇനി അറിയത്തില്ലാണ്ട്. 43 ഇൻറ്റു 43 3 9 4 3 12 4 3 12 ശിഷ്ടം 1 4 16 1 17 9 2 2 4 7 1 8 1 18 49 കേട്ടോ. പിന്നെ പ്ലസ് 1 2 2 2 ഇൻറ്റു 43 86 2 3 6 2 4 8 86 പ്ലസ് 1ൻ്റെ സ്ക്വയർ 1 തന്നെ, 1 ഇൻറ്റു 1 1 തന്നെ. ഇനി ഇതെല്ലാം കൂടെ കൂട്ടുക, എത്ര നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിലങ്ങ് നിങ്ങൾ എഴുതി വെക്കല്ലേ. ഞാനിത് സ്ഥല സൗകര്യം വെച്ചിട്ട് നമ്മുടെ ആ സ്പേസ് വെച്ചിട്ട് ഞാൻ എഴുതി കാണിക്കുന്ന, എപ്പോഴും വൃത്തിയായിട്ട് വേണം കണക്ക് ചെയ്യാൻ. ഇടയ്ക്ക് കയറ്റി മാർജിനിൽ കയറ്റി എഴുതരുത്. മാർജിൻ ഉള്ളതാണ്. ഇവിടെ എങ്ങും വൃത്തികേട്ട് എഴുതിയാണ്ട് ഇത് ഹൈഡ് ചെയ്തണ്ട്. ഇത് ഞാൻ നിങ്ങളെ അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ. അവിടെ അങ്ങ് എഴുതി വെക്കല്ലേ. വലത്ത് വശത്ത് നിങ്ങൾക്ക് സ്ഥലം കാണും, അവിടെ ചെയ്യാവും കേട്ടോ. വലത്ത് വശത്ത് എപ്പോഴും അതൊക്കെ അറിയാമല്ലോ. 18 49 86 1 അല്ലേ. 1ൻ്റെ സ്ക്വയർ 1 തന്നെയല്ലേ. അപ്പം 9 10 16 ശിഷ്ടം 1 8 4 12 1 13 ശിഷ്ടം 1 8 1 9 1 19 36 വരും കുഞ്ഞുങ്ങളെ. 44 ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അവർ ചോദിച്ചു എന്തോന്ന് എഴുതി അടുത്തേ, നിങ്ങൾ 44ൻ്റെ സ്ക്വയർ കാണാൻ. നമ്മളോട് ഇങ്ങനെ ഒരു കണ്ടീഷൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി വെച്ചിട്ട് 40 അധികം 4ൻ്റെ വെച്ച് ചെയ്യാം. ഇവിടെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ 43 എടുത്തോണം കേട്ടോ. അപ്പോൾ ഇവിടെ 44 എന്ന് 44 നമ്മൾ ചെയ്തു. അടുത്ത ഏതാ നിങ്ങളെ, 46ൻ്റെ സ്ക്വയറാണ് അല്ലേ. 46 എന്ന് വെച്ചാൽ എത്രയാണ്, 43ൻ്റെ കൂടെ 3 കൂടി കൂട്ടുന്നതാണ്. 43 വന്നാൽ എങ്ങനെയാണ്, ഇങ്ങനൊരു ഇത് ഇവിടെ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ 43. അല്ലാതെ ചെയ്താലും കിട്ടും. പിന്നെ ഓരോ കേട്ടോ ടെസ്റ്റിൽ നമ്മുടെ ഓരോ ഇത് പറഞ്ഞതേ ഉള്ളൂ. 43 പ്ലസ് 3 അതിൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ നമ്മളെങ്ങനെയും എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലെ, എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ, എ സ്ക്വയർ എ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ. 43 പ്ലസ് 3ൻ്റെ സ്ക്വയർ, എ എന്ന് പറയുന്നത് 43 അപ്പോൾ 43ൻ്റെ സ്ക്വയർ എ പ്ലസ് 2 ഇൻറ്റു 43 ഇൻറ്റു ബി എത്ര നിങ്ങളെ 3 അല്ലേ, 3 പ്ലസ് 3ൻ്റെ സ്ക്വയർ. 43ൻ്റെ സ്ക്വയർ എത്ര നിങ്ങൾ മുമ്പ് നമ്മൾ ചെയ്തതാണ് അല്ലേ, 1849 മുമ്പ് നമ്മൾ ചെയ്തു. ഇനി 2 ഇൻറ്റു 3 6 6 ഇൻറ്റു 43 43 ഇൻറ്റു 6 6 3 18 6 4 24 1 25 അല്ലേ, 258 പ്ലസ് 3ൻ്റെ സ്ക്വയർ 6 എഴുതി വെക്കല്ലേ 9. അപ്പോൾ 1849 258 9 കൂടെ കൂട്ടുമ്പോൾ 9 9 18 18 8 16 ശിഷ്ടം 1 5 5 10 5 4 9 9 1 9 2 12 2 10 1 11 1 2 21 16 അത്രയേ ഉള്ളൂ നിങ്ങളെ. അപ്പോൾ ആ എന്താ പേജ് നമ്പർ 40 മൊത്തം കണക്ക് നമ്മൾ ചെയ്തു. ഓക്കെ ആണെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞേക്കണേ നിങ്ങളെ, മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. നമ്മൾ ചെയ്ത രീതി വെച്ച്, നമ്മൾ സാധാരണ രീതി വെച്ച് ചെയ്യുന്നതിൽ നിന്ന് ഈ കണക്ക് വ്യത്യാസം വന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ, നമുക്കൊരു ഹിൻഡ് മേലില്ലാണ്ട് ഇങ്ങനെ തരുന്നത് കൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഐഡൻറ്റിറ്റി വെച്ച് അല്ലേ, ഇപ്പം 43 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും നിങ്ങളെ, 43 എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ 40 പ്ലസ് 3ൻ്റെ ഹോൾ സ്ക്വയർ ആണ് അല്ലേ, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട് അങ്ങ് ചെയ്യുക. പക്ഷേ ഇവിടെ നമുക്ക് ഇങ്ങനൊരു 43ൻ്റെ സ്ക്വയർ 1849 അതുകൊണ്ട് 44ൻ്റെ സ്ക്വയർ എത്ര അങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ എന്താ ഈ 43 അധികം 1 43 അധികം 3 ഒക്കെ ചെയ്തത് കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ, മനസ്സിലായെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. പാർട്ട് 2 ആണ്, പാർട്ട് 1 കണ്ടിട്ട് വേണം പാർട്ട് 2 കാണാൻ കേട്ടോ. ഓക്കെ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയും നിങ്ങളെ, നമുക്ക് പാർട്ട് 3 ഒക്കെ ഇടാം. നമ്മൾ മാത്സും മലയാളം ഒരുവിധമുള്ള എല്ലാ എന്താ വിഷയങ്ങളും നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്. സയൻസും സോഷ്യലും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഓരോ ചാപ്റ്റർ വീതം നമ്മൾ തീർത്ത് വെച്ചിരിക്കുകയാണ്. സോഷ്യലൊക്കെ ഒരു ഇച്ചിരി വലിയ ചാപ്റ്ററാണ് കേട്ടോ, അതൊക്കെ നല്ലതുപോലെ പഠിക്കണം. എല്ലാത്തിൻ്റെയും 1 വേർഡും ഒക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് കമൻറ്റ് പറയണേ നിങ്ങളെ, ഞാൻ ആ കമൻ്റാണ് നോക്കുന്നത് കേട്ടോ. പിന്നെ ഓരോ കുട്ടികളുടെയും കമൻറ്റ്, ഒരു മിനിറ്റ്
അപ്പോൾ നമുക്ക് നിങ്ങളെ ഞാൻ പറഞ്ഞത് എനിക്ക് 2-3 പേര് പറഞ്ഞിട്ടുണ്ട്. ആ പേരൊന്ന് നമ്മുടെ ചാനലിൽ പറയണേന്ന്. അയോണയോ എന്തോ ഒരു പേര് ഞാനങ്ങ് മറന്നുപോയി നിങ്ങളെ. അപ്പോൾ അത് ഏത് പേരാണെന്നൊന്നുകൂടെ പറയണേ. എൻ്റെ അടുത്ത് 2-3 വട്ടം പറഞ്ഞ് ടീച്ചറെ ആ ലിങ്കിൽ എൻ്റെ പേരൊന്ന് പറയണത് കേട്ടോ. ഞാനത് പിന്നെ എടുത്ത് വെച്ചത്, പക്ഷേ പേരുണ്ട് ഇത് പോയി കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് പറയണേ നിങ്ങൾ കേട്ടോ. ഞാൻ അതാണ് നോക്കുന്നത്. കമൻറ്റ് കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് ബാക്കിയിടാം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ നിങ്ങൾ കേട്ടോ. അറിയാവുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേരെ. നിങ്ങൾക്ക് ഓക്കെയാണ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്തേരെ കേട്ടോ. അവരുടെ എളുപ്പവഴിയൊക്കെ ഒന്ന് പഠിക്കട്ടെ. എന്നിട്ട് നമുക്കിനി പാർട്ട് 3 കാണാം കേട്ടോ. ഓക്കെ നിങ്ങളെ താങ്ക്